നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മലയാളത്തിന്റെ പ്രിയ എഴുത്തുകാരനായ MT വാസുദേവൻ നായരുടെ വിയോഗത്തിൽ അതിവൈകാരിക കുറിപ്പുമായി മമ്മൂട്ടി, മഞ്ജു വാര്യറും. ചിലരെങ്കിലും പറയാറുണ്ട് MT ആണ് മമ്മൂട്ടിയെ കണ്ടെത്തിയതെന്ന് പറഞ്ഞ മമ്മൂട്ടി MTക്കൊപ്പമുള്ള അനുഭവം പങ്കുവച്ചു. ആദ്യമായി കണ്ട ദിവസം മുതൽ ആ ബന്ധം വളർന്നെന്നും സ്നേഹിതനെ പോലെ, സഹോദരനെ പോലെ അത് പെരുകിയെന്നും മമ്മൂട്ടി കുറിച്ചു. ഒരു വടക്കൻ വീരഗാഥ, ഉത്തരം, അടിയൊഴുക്കുകൾ, സുഹൃതം, വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ തുടങ്ങി MT വാസുദേവൻ നായർ രചിച്ച ഒട്ടേറെ ചലച്ചിത്രങ്ങളിൽ മമ്മൂട്ടിയായിരുന്നു നായകനായി എത്തിയത്. ഇക്കഴിഞ്ഞ ജൂലൈയിൽ കൊച്ചിയിൽ നടന്ന MTയുടെ 91ാം പിറന്നാൾ ആഘോഷത്തിനിടെ കേക്ക് മുറിച്ച് നൽകിയ മമ്മൂട്ടിയെ MT ആലിംഗനം ചെയ്യുന്ന ചിത്രം ശ്രദ്ധേയമായിരുന്നു. 4-5 മാസം മുമ്പ് എറണാകുളത്തൊരു പ്രോഗ്രാമിനിടയിൽ കാലിടറി അദ്ദേഹത്തെ പിടിക്കാനാഞ്ഞ എൻ്റെ നെഞ്ചിൽ ചാഞ്ഞു നിന്നപ്പോൾ ആ മനുഷ്യൻ്റെ മകനാണ് ഞാനെന്ന് എനിക്ക് തോന്നിയെന്നും മമ്മൂട്ടി വിവരിച്ചു. ആ ഹൃദയത്തിൽ ഒരിടം കിട്ടിയതാണ് സിനിമാ ജീവിതം കൊണ്ട് തനിക്ക് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അദ്ദേഹത്തിൻ്റെ ആത്മാംശമുള്ള നിരവധി കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ടെന്നും അതൊന്നും ഓർക്കുന്നില്ല ഇപ്പോഴെന്നും മമ്മൂട്ടി വിശദീകരിച്ചു. മനസ്സ് ശൂന്യമാവുന്ന പോലെ തോന്നുന്നു, ഞാൻ എൻ്റെ ഇരുകൈകളും മലർത്തി വയ്ക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് മമ്മൂട്ടി കുറിപ്പ് അവസാനിപ്പിച്ചത്. അതേസമയം മലയാളത്തിന്റെ പ്രിയപ്പെട്ട കലാകാരൻ MTയുടെ വിയോഗത്തിൽ അനുശോചനം അർപ്പിച്ചു മഞ്ജു വാര്യർ. MT സമ്മാനിച്ച എഴുത്തോലയെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവച്ചുകൊണ്ട് മഞ്ജു വാര്യർ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ അന്തിമോപചാരം അർപ്പിച്ചു. ഒറ്റത്തവണ അദ്ദേഹത്തിന്റെ കഥാപാത്രമാകാൻ സാധിച്ചുള്ളൂ. പക്ഷേ MT സാർ തനിക്ക് സമ്മാനിച്ച കഥാപാത്രത്തിന് ഏറ്റവും ആർദ്രതയേറിയ വികാരത്തിന്റെ പേരായിരുന്നു ദയ. കാണുമ്പോഴൊക്കെ വാത്സല്യം തന്നു, ഇടയ്ക്കൊക്കെ ഒരു ചെറുപുഞ്ചിരി സമ്മാനിച്ചു. ആ ഓർമ്മകളും വിരൽ തണുപ്പ് ഇന്നും ബാക്കി നിൽക്കുന്ന എഴുത്തോലയും മതി ഒരായുസിലേക്കെന്ന് മഞ്ജു കുറിച്ചു. MT സാർ കടന്നു പോകുമ്പോൾ ഞാൻ ഒരു എഴുത്തോലയെക്കുറിച്ച് ഓർത്തു പോകുന്നു. 9 വർഷം മുമ്പ് തിരൂർ തുഞ്ചൻ പറമ്പിൽ വിദ്യാരംഭം കലോത്സവം ഉദ്ഘാടനത്തിന് ചെന്നപ്പോൾ അദ്ദേഹം തനിക്ക് സമ്മാനിച്ചത്. അന്ന് താൻ ആ വിരലിലേക്കാണ് നോക്കിയത്. ഭീമനും സേതുവും വിമലയും ചന്തുവുമെല്ലാം ജനിച്ച വിരലുകൾ. അവിടെ സംസാരിച്ചപ്പോൾ ജീവിച്ചിരിക്കുന്ന എഴുത്തച്ഛൻ എന്നല്ലാതെയുള്ള വിശേഷണം മനസ്സിൽ വന്നില്ല. ആധുനിക മലയാളത്തെ വിരൽ പിടിച്ചു നടത്തിയ എഴുത്തുകാരിൽ പിതാവിന്റെ സ്ഥാനം തന്നെയാണ് MT സാറിനെന്ന് തന്നെ വിശ്വസിക്കുന്നു.